എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 16 ശ്ലോകം 5 മുതൽ 13 വരെ 9 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. ഉദ്ധവൻ ഭഗവാനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 5. യാകാശ്ച ഭൂമൗ ദിവി വൈരസായാം വിഭൂതയോ ദിക്ഷു മഹാവിഭൂതേ താമഹ്യമാഖ്യാഹ്യനുഭാവിതാസ്തേ നമാമി തേ തീർത്ഥപദാംഘ്രിപത്മം. കണക്കാക്കാൻ പറ്റാത്ത വിഭൂതികളോടുകൂടിയവനെ, ഭൂമിയിലും ആകാശത്തിലും പാതാളത്തിലും എല്ലാ ദിക്കിലും ഏറ്റവും സ്പഷ്ടമായി എല്ലാവർക്കും അറിയാൻ കഴിയുന്നതായ അങ്ങയുടെ വിഭൂതി സ്ഥാനങ്ങൾ ഏതെല്ലാം എന്നുള്ളത് എനിക്ക് പറഞ്ഞു തരണമേ. സകല തീർത്ഥങ്ങളിലും വെച്ച് മഹാതീർത്ഥമായിരിക്കുന്ന ഗംഗയുടെ ഉൽപ്പത്തി സ്ഥാനമായിരിക്കുന്ന അങ്ങയുടെ പാദകമലത്തെ ഞാൻ നമസ്കരിക്കുന്നു ഭഗവാനെ. ശിഷ്യനായ എന്നെ ഉപദേശിച്ച് അനുഗ്രഹിക്കണമേ. തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ. അതായത് നമസ്കാരാദികളെ ചെയ്ത് വിനയത്തോടെ ചോദിച്ചറിയേണ്ടത് ശിഷ്യന്റെ ധർമ്മമാണ് എന്ന് കൂടെ സൂചിപ്പിച്ചുകൊണ്ടാണ് നമസ്കരിച്ചുകൊണ്ടത് ഉദ്ധവൻ ചോദിക്കണത്. അതായത് ശ്രീ ശുക ബ്രഹ്മർഷി പ്രത്യേകം എടുത്തു പറയണം. അതാ ഭഗവാൻ ഉദ്ധവന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയണം. ശ്രീ ഭഗവാൻ ഉവാച ഏവമേതദഹം പൃഷ്ട പ്രശ്നം പ്രശ്നവിദാം വര യുത്സുനാ വിനശനെ സപത്നേരർജുനേന വൈ. ഉദ്ധവന്റെ ചോദ്യം ശ്ലാഘ്യം തന്നെ. ഇത് നല്ല ചോദ്യമാണ് ഉദ്ധവ എന്ന് സന്തോഷത്തോടെ സമ്മതിച്ചുകൊണ്ട് ഭഗവാൻ പറയണം. മുമ്പ് അർജുനൻ ചെയ്ത ആ ചോദ്യത്തോട്, കുരുക്ഷേത്ര യുദ്ധത്തിൽ വെച്ച് അർജുനൻ ചെയ്ത ആ ചോദ്യത്തിനോട് സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് ഭഗവാൻ പറയണം. ചോദിക്കാൻ അറിവുള്ളവരിൽ വെച്ച് ശ്രേഷ്ഠനായ ഉദ്ധവ. അതാണ് പ്രശ്നവിധാം വര. ഇങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്. അതില് മിടുക്കനായിട്ടുള്ള ഉദ്ധവ, അങ്ങ് ഇപ്പോ ചെയ്ത ഈ ചോദ്യം തന്നെ പണ്ട് കുരുക്ഷേത്രത്തിൽ വെച്ച് ശത്രുക്കളോട് യുദ്ധം ചെയ്യാൻ ഒരുങ്ങിയ അർജുനൻ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ജ്ഞാത്വാ ജ്ഞാതിവധം ഗർഹ്യമധർമ്മം രാജ്യഹേതുകം തതോ നിവൃത്തോ കന്താകം ഹതോയമിതി ലൗകിക. രാജ്യത്തെ സമ്പാദിക്കാൻ വേണ്ടി ബന്ധുക്കളെ കൊല്ലുന്നത് നിന്ദ്യമാണ്. ആ ഗുരുഭൂതന്മാരായ ഭീഷ്മ ദ്രോണാദികളെ ഞാൻ എങ്ങനെ കൊല്ലും ഭഗവാനെ? അവര് എന്നാൽ കൊല്ലപ്പെടുകയോ? എനിക്ക് വയ്യ. ഈ അവസ്ഥ വളരെ കഷ്ടം തന്നെയാണ്, എനിക്ക് വയ്യ യുദ്ധം ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് ആ ലോകരീതി അനുസരിച്ചുണ്ടായിട്ടുള്ള ബുദ്ധി കൊണ്ട് ക്ഷത്രിയ ധർമ്മത്തിന് ഒട്ടും ചേർച്ചയില്ലാത്ത രീതിയിൽ അർജുനൻ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞ് മടങ്ങാൻ തീർച്ചയാക്കി. സതദാ പുരുഷവ്യാഘ്രോ യുക്ത്യാ മേ പ്രതിബോധിത അഭ്യഭാഷത മാമേവം യഥാത്വം രണമൂർധനി. സ്വധർമ്മത്തെ ആലോചിക്കാതെ പ്രാകൃതനെ പോലെ മോഹനിമിത്തം യുദ്ധത്തിൽ നിന്ന് മടങ്ങാൻ നിശ്ചയിച്ചത് അയുക്തമാണെന്ന് യുക്തിയോടുകൂടി ഞാൻ അർജുനനെ പറഞ്ഞു ധരിപ്പിച്ചു. അപ്പോ പുരുഷശ്രേഷ്ഠനായ അർജുനൻ ആ യുദ്ധഭൂമിയുടെ മധ്യത്തിൽ വെച്ച് ഇപ്പോ നീ ചോദിച്ചതുപോലെ പല ചോദ്യങ്ങളും ചോദിച്ചതിൽ എന്റെ വിഭൂതി യോഗത്തെയും പറ്റി ചോദിച്ചു. അന്ന് ഉപദേശിച്ച തത്വത്തെ തന്നെ ഇന്ന് നിന്നോട് ഞാൻ ഉപദേശിക്കാം എന്നാണ് ഭഗവാൻ പറഞ്ഞതിന്റെ സാരം. അഹോ അഹമാത്മോദ്ഭവാമീഷാം ഭൂതാനാം സുഹൃദീശ്വര അഹം സർവാണി ഭൂതാനി തേഷാം സ്ഥിത്യുൽഭവാഭ്യയ. ഹേ ഉദ്ധവ, ഈ കാണപ്പെടുന്ന സർവഭൂതങ്ങളുടെയും ആത്മാവും ബന്ധുവും നാഥനും ഞാനാകുന്നു. എന്നെ ഒഴിച്ച് മറ്റന്യമായിട്ട് ഒന്നുമില്ല. സകല ഭൂതങ്ങളും അവയുടെ ഉൽപ്പത്തിക്കും നിലനിൽപ്പിനും നാശത്തിനും ഹേതുവും ഞാനാകുന്നതിനാൽ സർവത്തിന്റെയും കാരണം ഞാനാകുന്നു എന്ന ഉറപ്പോടെ എന്നെ ഉപാസിക്കണം. എന്റെ അപരിച്ഛിന്ന ഭാവത്തെ ഉപാസിക്കുന്നത് തന്നെ
മുഖ്യമായ ഉപാസന എന്ന് അഭിപ്രായപ്പെടുന്നു ഭഗവാൻ. ഉത്തമാധികാരികൾക്ക് എല്ലാവർക്കും ഉള്ള ഉപദേശമാണിത്. എല്ലാവരും ഇത്തരത്തിലാവില്ലല്ലോ. അതിനാൽ മധ്യമ മന്ദാധികാരികളെ ഉദ്ദേശിച്ച് ഉള്ള ആ വിഭൂതികളെ പറ്റിയിട്ടും ഭഗവാൻ ഇതാ വീണ്ടും പറയണു. അഹം ഗതിമതാം കാലക്കലയതാമഹം ഗുണാനാം ചാപ്യഹം സാമ്യം ഗുണിനൗൽപത്തികോ ഗുണ. മുമ്പത്തെ 2 ശ്ലോകങ്ങൾ കൊണ്ട് സാമാന്യമായിട്ട് എല്ലാറ്റിനും ഞാൻ കാരണമാകുന്നു എന്ന് വിവരിച്ച ശേഷം വിശേഷം വിധിയും വിവരിക്കുകയാണ്. സ്ഥാനപ്രാപ്തിക്ക് വേണ്ടി അധ്വാനിക്കുന്നവർക്ക് പ്രാപിക്കേണ്ടതായ പരമസ്ഥാനം ഞാനാകുന്നു. സംസാര മരുഭൂമിയിൽ സഞ്ചരിച്ച് കുഴങ്ങുന്നവരുടെ പോക്കുവരവ്, ജനന മരണം എന്നിവ അവസാനിക്കണമെങ്കിൽ എന്നോടുകൂടി സായുജ്യം പ്രാപിക്കുക തന്നെ വേണം. മുക്താനാം പരമാഗതി എന്ന് സഹസ്രനാമം. അന്യവസ്തുക്കളെ സ്വാധീനപ്പെടുത്താൻ ശക്തിയുള്ളവരിൽ വെച്ച് എല്ലാറ്റിനെയും സ്വാധീനപ്പെടുത്തുന്ന കാലം ഞാനാകുന്നു. സംഹാര രുദ്രൻ ഞാൻ എന്നാണ് ഭഗവാൻ പറഞ്ഞ എന്റെ സാരം. സത്വാദി ഗുണങ്ങളുടെ സാമ്യാവസ്ഥ ഞാനാകുന്നു, അതായത് പ്രകൃതിക്ക് ആശ്രയഭൂതൻ എന്ന് സാരം. ഗുണമുള്ള വസ്തുക്കളിൽ സ്വഭാവത്താൽ തന്നെ വിളങ്ങുന്ന ഗുണം ഞാനാകുന്നു. പദാർത്ഥങ്ങളിൽ ഗുണസ്വരൂപനായിട്ട് എന്നെ കണ്ട് സേവിച്ചു കൊള്ളണം. ഗുണിനാമപ്യഹം സൂത്രം മഹതാം ച മഹാനഹം സൂക്ഷ്മാണാമപ്യഹം ജീവോ ദുർജയാനാമഹം മന. സത്വാദികളായ 3 ഗുണങ്ങളെ ഉപാധിയായി സ്വീകരിച്ചവരിൽ വെച്ച് ഒന്നാമത്തെയും ക്രിയാശക്തി പ്രധാനവുമായ സൂത്രവും ജ്ഞാനശക്തി പ്രധാനമായ മഹത്തത്വവും ഞാൻ തന്നെ. സൂക്ഷ്മ വസ്തുക്കളിൽ വെച്ച് അത്യന്തം സൂക്ഷ്മമായിരിക്കുന്ന ജീവൻ ഞാനാകുന്നു. അഥവാ എങ്ങും വ്യാപിച്ചിരിക്കുന്ന മഹാചൈതന്യമായ ബ്രഹ്മൻ തന്നെയാണ് ജീവൻ. അപ്പോ അത് എല്ലാറ്റിനേക്കാളും വലിയതാകുന്നു. എങ്കിലും ബുദ്ധി മുതലായ ഉപാധികളിൽ കൂടി പ്രകാശിക്കുക നിമിത്തം ഏറ്റവും ചെറുതെന്ന് ജീവനെ കുറിച്ച് വ്യവഹരിക്കുന്നു. പരിച്ഛിന്ന സകല വസ്തുക്കളിലും മുറിവില്ലാതെ എല്ലാറ്റിനെയും ഒന്നായി വ്യാപിച്ചിരിക്കുന്നത് കൊണ്ടാണ് സൂത്രാത്മാവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. വാലാഗ്രശതഭാഗസ്യ ശതഥാ കൽപ്പിതസ്യ ച ഭാഗോ ജീവസവിജ്ഞേയ. അതായത് ഏറ്റവും ചെറുതായ ഒരു രോമത്തിന്റെ അഗ്രഭാഗത്തെ 100 ഖണ്ഡമായിട്ട് മുറിച്ചാൽ അതിലെ ഒരു ഭാഗം പോലെ സൂക്ഷ്മമായിരിക്കുന്നതാണ് ജീവൻ എന്ന് നിശ്ചയിച്ചിരിക്കുന്നതിനാൽ ജീവന്റെ രൂപം വളരെ സൂക്ഷ്മമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ജയിക്കാൻ കഴിയാത്ത വസ്തുക്കളിൽ വെച്ച് മനസ്സ് ഞാനാകുന്നു. ബാഹ്യശത്രുക്കളുടെ ജയം അത് വളരെ നിസ്സാരമാണ്. എന്തുകൊണ്ടെന്നാൽ പിന്നെയും ശത്രുക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. മനോജയം തന്നെ ശത്രുക്കളുടെ മൂലച്ഛേദനം വരുത്തുന്ന ജയം. അതിനാൽ മനസ്സ് അതീവ ദുർജയമെന്ന് കരുതണം. മനസ്സിന്റെ ആ ബലം എന്നിൽ നിന്നുണ്ടായതാണ് എന്നാണ് ഭഗവാൻ പറഞ്ഞതിന്റെ സാരം. ഹിരണ്യഗർഭോ വേദാനാം മന്ത്രാണാം പ്രണവസ്ത്രിവൃത് അക്ഷരാണാമകാരോസ്മി പദാനി ഛന്ദസാമഹം. വേദം പഠിപ്പിക്കുന്നവരിൽ വെച്ച് ബ്രഹ്മാവാകുന്നു ഞാൻ. മന്ത്രങ്ങളിൽ വെച്ച് അകാരം, ഉകാരം, മകാരം എന്നീ 3 മാത്രകളടങ്ങിയ ഓംകാരം ഞാനാകുന്നു. അക്ഷരങ്ങളിൽ അകാരമാകുന്നു ഞാൻ. ഛന്ദസ്സുകളിൽ വെച്ച് 3 പാദങ്ങളോടുകൂടിയ ഗായത്രി ഞാനാകുന്നു. അകാരവ്യാപ്തിയില്ലാതെ അക്ഷരം പൂർണ്ണമാവില്ല. സർവ അക്ഷരവ്യാപ്തിയുള്ള ആകാരം എന്റെ അവിഛിന്ന സ്വരൂപമെന്ന് ഉപാസിച്ചു കൊള്ളണം. ഇന്ദ്രോഹം സർവദേവാനാം വസൂനാമസ്മി ഹവ്യവാട് ആദിത്യാനാമഹം വിഷ്ണു ഇന്ദ്രാണാം നീലലോഹിതം. ദേവന്മാരിൽ ഇന്ദ്രൻ ഞാനാകുന്നു. വസുക്കളിൽ ഞാൻ അഗ്നിയാകുന്നു. ആദിത്യന്മാരിൽ ഞാൻ വാമനനാകുന്നു. രുദ്രന്മാരിൽ ഞാൻ നീലലോഹിതനാകുന്നു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.